സ്കൂൾ തന്നെയല്ലേ സ്കൂള് അതിന്റെ നമ്മള് എൻട്രൻസിൽ കയറി പോകുമ്പോ സ്ട്രൈറ്റ് കാണുന്ന ട്രാവലേഴ്സ് ബംഗ്ലാവ് സായിപ്പന്മാർ ഒരു 100-150 കൊല്ലം മുമ്പ് வாழ்க்கையில உங்க லட்சியம் என்ன? அழறவங்களை சிரிக்க வைக்கணும், சிரிக்கிறவங்களை சிந்திக்க வைக்கணும். அதுதான். ആരുടെ നീ ആരാ എന്താന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഇതുവരെ നീ കണ്ടതും കളിച്ചതൊന്നുമല്ല കളി. ഇനി അങ്ങോട്ട് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞങ്ങള് കാണിച്ചു തരാം. എല്ലാ കൂട്ടുകാർക്കും സുമേഷ് ഏട്ടൻ ട്രാവലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ മറ്റൊരു ഉത്സവത്തിൻ്റെ വേദിയാണെന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് രഥോത്സവത്തിന് പേര് കേട്ടൊരു രഥോത്സവമാണ് കൊടുവായൂർ രഥോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൽപ്പാത്തി രഥോത്സവം മറ്റൊരു രീതിക്കാണെങ്കിൽ കൊടുവായൂർ രഥോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ആ ഒരു രഥോത്സവത്തിൻ്റെ വിശേഷങ്ങളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ കൊടുവായൂർ എന്ന് പറയുമ്പോൾ തന്നെ പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ എന്ന് പറയുന്ന പാലക്കാട്ടിലെ പ്രധാന മാർക്കറ്റും അതുപോലെ തന്നെ വിദ്യാലയവും OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പണ്ട് വായിച്ചൊരു കഥയാണ്. രവി എന്ന് തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം വന്ന് ഇറങ്ങുന്ന ആ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉള്ള ഗ്രാമീണ സുന്ദരമായിട്ടുള്ളൊരു പാലക്കാടൻ ഗ്രാമം അങ്ങനെ തന്നെ പറയാം. ഒരു അഗ്രഹാരം, മനോഹരമായിട്ടുള്ളൊരു അഗ്രഹാരമാണ്. അപ്പോൾ ഇവിടുത്തെ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഗ്രാമം രഥോത്സവത്തിൻ്റെ തിരക്കിലാണ്. ആ തിരക്കിൽ കണ്ണഞ്ചിപ്പിക്കുന്ന രഥോത്സവ കാഴ്ചകളും അതുപോലെ തന്നെ അതിൻ്റെ പിന്നാമ്പുറത്ത് ചരിത്രവും ഐതിഹ്യവും ഒക്കെ ചെനക്കി നമ്മളും കൂടെ കൂടുകയാണ്. സപ്പോർട്ട് തരാൻ മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ലൈക്കും കമൻറ്റ് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ബെല്ലൈക്കൻ ഓളെന്നുകൊണ്ട് എനബിളാക്കുക. എനബിളാക്കിയാലേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഹോം സ്ക്രീനിൽ വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ മറക്കരുത്. ഈ മനോഹരമായിട്ടുള്ള ഗ്രാമത്തിലെ വിശ്വനാഥ സ്വാമി ക്ഷേത്രം കൂടാതെ തന്നെ വിഘ്നേശ്വരൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ ക്ഷേത്രങ്ങളുണ്ട്. പുതുമയുടെ ചില മാറ്റങ്ങൾ നമുക്ക് ഈ അഗ്രഹാര വീതികളിൽ കാണാമെങ്കിലും ആ പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിലകൊള്ളുന്ന ഒരു വലിയൊരു ശതമാനം വീടുകൾ നമുക്ക് ഇപ്പോഴും ഈ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ ശിവൻ്റെ പ്രതിഷ്ഠ കൂടാതെ തന്നെ ഉപദൈവങ്ങളായിട്ട് സുബ്രഹ്മണ്യൻ, ഗണപതി, സൂര്യനാരായണമൂർത്തി, വള്ളി, ദേവയാനി, ചണ്ഡികേശ്വരൻ, ഭൈരവൻ, വിശാലാക്ഷി, വിശ്വനാഥൻ, മീനാക്ഷി എന്നിവരുണ്ട്. തമിഴ് ശൈവരീതി പ്രകാരമുള്ള ക്ഷേത്രത്തിലെ പൂജ കാരണം അതുകൊണ്ട് തന്നെ ആ പൂജ നടത്തുന്ന പൂജാരികൾ തമിഴ് ഗുരുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. രഥോത്സവത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ധനുമാസത്തിലെ തിരുവാതിരയോടുകൂടിയിട്ട് കൊടുവായൂർ രഥോത്സവത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഗ്രാമത്തിൽ അലഞ്ഞു തിരിയുന്ന ദുഷ്ടാത്മാക്കളെ പിടികൂടുക എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഗ്രാമശാന്തി എന്ന ചടങ്ങ്, അതിനുശേഷം തന്നെ രേവതി നക്ഷത്രത്തിലുള്ള നമ്മുടെ കൊടിയേറ്റം, അതാണ് ഉത്സവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു 7 ദിവസങ്ങളിൽ വിവിധ ആഘോഷ പരിപാടികളാൽ സമ്പന്നമാണ് ഈ ഒരു കൊടുവായൂർ അഗ്രഹാര വീതികൾ. ഈ ഉത്സവത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രഥപ്രയാണം തന്നെയാണ്. ഗ്രാമത്തിലെ 4 തെരുവുകളിൽ പൂത്തെരുവ്, ഗോകുലത്തെരുവ്, മുക്കത്തെരുവ്, ഇരട്ടത്തെരുവ് എന്നീ തെരുവുകളിലൂടെ രഥം വലിക്കുന്ന സമയത്ത് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആകാശത്ത് രഥത്തിനു ചുറ്റുമായിട്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ വലം വയ്ക്കാനായി എത്തും എന്നുള്ളതാണ്. ഈ ഒരു സംഗതി വിശ്വാസികൾക്ക് ഏറെ കൗതുകവും അതുപോലെ തന്നെ വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നതുമാണ്. ഉത്സവത്തിന് ഉപയോഗിക്കുന്ന 3 രഥത്തിൽ ഒന്ന് ഗണപതിയെയും മറ്റൊന്നിൽ സുബ്രഹ്മണ്യൻ, വള്ളി, ദേവയാനി എന്നീ മൂർത്തികൾ, 3ാമത്തെ രഥത്തിൽ ശിവൻ്റെയും പാർവതിയുടെയും മൂർത്തികളുമാണ് ഉള്ളത്. ഈ 4 അഗ്രഹാരത്തിലുള്ള ഈ 4 വീഥികളിലൂടെ രഥം പ്രയാണം നടന്നതിന് ശേഷം അവസാനം എത്തിച്ചേരുന്നത് ക്ഷേത്രക്കുളത്തിലാണ്. തുടർന്ന് ചെറിയ തോണിയിൽ ദേവന്മാർ ക്ഷേത്രക്കുളത്തിന് ചുറ്റും ദേവന്മാരെ വലം വയ്ക്കാനായിട്ട് കൊണ്ടുപോകും. ഈ ഘോഷയാത്രയ്ക്ക് പറയുന്ന പേരാണ് കുളത്തേര്. കൊടുവായൂർ രഥോത്സവത്തിനെ പറ്റി മുഴുവനായിട്ടും പറയുകയാണെങ്കിൽ ഒത്തിരിയുണ്ട്. വളരെ ചുരുക്കിയിട്ട് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണുക. ഈ ഒരു ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നത് കാശിയിൽ നിന്നും, അതായത് പാലക്കാട്ടിലെ കൊല്ലങ്കോട് വാസികളായിട്ടുള്ള ലക്ഷ്മി അമ്മാളും വെങ്കിട്ടരാമയ്യർ എന്ന് പറയുന്ന ഇവർ 2 പേർ ചേർന്നാണ് കാശിയിൽ നിന്നും ഇവിടെ എത്തിച്ചത്. തുടർന്നാണ് ഈ അമ്പലം പണിതത് എന്നൊക്കെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്.
മറ്റ് രഥോത്സവങ്ങൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രഥോത്സവമാണ് കൊടുവായൂർ രഥോത്സവം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ഈ കുളത്തേര്, അതായത് രഥപ്രയാണത്തിൻ്റെ അവസാനം കുളത്തിൽ, അമ്പലക്കുളത്തിൽ വെച്ച് നടത്തുന്ന ഈ കുളത്തേര് എന്ന് പറയുന്ന ആ ഒരു ഘോഷയാത്ര മുൻപ് കൊടുവായൂർ രഥോത്സവത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നൊരു ഘോഷയാത്രയാണ്. അത് പിന്നീടാണ് വർഷങ്ങൾക്ക് ശേഷം പല രഥോത്സവങ്ങൾക്കും അതുപോലെ തന്നെ ആറാട്ട് പോലുള്ള മഹോത്സവങ്ങൾക്കെല്ലാം ഇതൊരു ചടങ്ങായിട്ട് അവർ അനുഷ്ഠിച്ചു തുടങ്ങിയത്. അപ്പോൾ പിന്നീടും കുറേ പ്രത്യേകതകളുണ്ട്. അത് മറ്റൊന്നുമല്ല, ദേവരഥങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് കൊടുവായൂർ രഥോത്സവത്തിലാണ്. അപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് കൊടുവായൂർ രഥോത്സവത്തിനാണ് എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അതുപോലെ തന്നെ രഥങ്ങൾ സഞ്ചരിക്കുന്നത് നമ്മുടെ ഓംകാരം എന്ന് പറയുന്ന ആ ഓം എന്നുള്ള ഒരു ആകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ്. അതുപോലെ തന്നെ രഥങ്ങൾ ഒരു പ്രാവശ്യം സഞ്ചരിച്ച വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കില്ല എന്നുള്ളതും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. രഥം വലിച്ചു പോകുന്ന സമയത്ത് ആകാശത്തിൽ വിഷ്ണു ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ രഥത്തെ വലഞ്ചുറ്റി പറക്കുന്നതും ഇവിടുത്തെ സവിശേഷതയാണ്. 1955 മുമ്പ് വരെ വെടിക്കെട്ടിനോട് അനുബന്ധിച്ച് തന്നെ കമ്പം കത്തിക്കൽ എന്നുള്ളൊരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ വിസ്മയവും അതുപോലെ തന്നെ ആകാംക്ഷഭരിതരാക്കുന്നൊരു വിസ്മയം തന്നെയാണെന്ന് പറയാം. അതൊക്കെ ഇവിടെ മാത്രം ഉണ്ടായിരുന്നൊരു സംഗതിയാണ്. പിന്നീടത് നിർത്തലാക്കി 180 വർഷം മുമ്പ് 1840കളിൽ ബ്രിട്ടീഷുകാർ രഥോത്സവം കാണാൻ എത്തിയതായിട്ട് ചരിത്രമുണ്ട്. പാലക്കാട്ടിൽ നിന്ന് നിങ്ങൾ നെന്മാർ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൊടുവായൂർ, കുനിശ്ശേരി, ആലത്തൂർ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ കൊടുവായൂർ ജംഗ്ഷൻ കഴിഞ്ഞതിന് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് പുട്ടിപ്പിടിക എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പാണ്. അവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്ന GB UP സ്കൂൾ എന്ന് പറയുന്നൊരു സ്കൂളുണ്ടായ ആ സ്കൂളിൻ്റെ അങ്കണത്തിൽ ട്രാവലേഴ്സ് ബംഗ്ലാവ് എന്ന് പറയുന്ന ഒരു ബംഗ്ലാവുണ്ട്. ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് താമസിക്കാനുള്ള ഒരു ഇടത്താവളമായിരുന്നു മുൻപ്. അത് ഇന്നും അവിടെയുണ്ട്. ബംഗ്ലാവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വലിയ ബംഗ്ലാവിൻ്റെ രീതിക്കൊന്നും മനസ്സിൽ കരുതരുത്. നമ്മുടെയൊക്കെ സ്കൂളുകളിലുള്ള ആ ഒരു പഴയൊരു ബിൽഡിംഗ് ഓടിട്ട അത് ഇപ്പോഴും അവിടെ ഉണ്ട്. സ്കൂൾ അത് തന്നെയല്ലോ കേട്ടോ, GB UP സ്കൂള്. അതിൽ നമ്മൾ എൻട്രൻസിൽ കയറി പോകുമ്പോൾ സ്ട്രെയിറ്റ് കാണുന്ന ഓടിട്ട ബിൽഡിംഗ് ട്രാവലേഴ്സ് ബംഗ്ലാവ്. സായിപ്പന്മാർ ഒരു 100-150 കൊല്ലം മുമ്പ്. നമ്മളേതായാലും അത് ഇനിയിപ്പോൾ അറിയാത്ത കാര്യം വന്നിട്ട് ഇതാണ് സ്കൂൾ, ഇതിനകത്ത് ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർ ഇറങ്ങിയതാണ്. ഏതായാലും പേരെന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് രാജു പറഞ്ഞാൽ അറിയുള്ളൂ. കൃഷ്ണൻകുട്ടിയാണ് പേര്, രാജു പറഞ്ഞാൽ അറിയുള്ളൂ. ഓട്ടോ നമ്മുടെ ഈ കൊടുവായൂരപ്പൻ്റെ ഡ്രൈവർ ആരാണ്? ഓക്കെ. ഇപ്പോൾ കൂട്ടുകാരെ, വർഷങ്ങൾക്ക് മുമ്പ് സായിപ്പ് വന്നിട്ട് ബ്രിട്ടീഷ് ഓഫീസർമാർ വന്ന് സ്റ്റേ ചെയ്യുന്നൊരു അവരൊരു ഇടത്താവളം എന്ന് പറഞ്ഞത് ഈ GB UP സ്കൂളിലെ ഒരു ബിൽഡിങ്ങാണ്. നമ്മളിപ്പോൾ ഞായറാഴ്ച വന്നുകൊണ്ട് നമുക്കതിനകത്തോട്ട് എടുക്കാൻ പറ്റില്ല, ലോക്ക് ചെയ്തിട്ടുണ്ട്. ചാടിപ്പോണത് ശരിയല്ല. അപ്പോൾ ഇതിനകത്താണ് ആ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജോൺ റിച്ചാർഡ് ഡാനിയൽ എന്ന് പറയുന്നൊരു ബ്രിട്ടീഷ് ഓഫീസർ പാലക്കാട്ടിലെ ഒട്ടുമിക്ക എല്ലാ രഥോത്സവങ്ങളും കണ്ടിട്ടുള്ള ആളാണ്. രഥോത്സവം വളരെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: കൊടുവായൂർ വിശ്വനാഥസ്വാമി രഥത്തിൻ്റെ മാറ്റൊരുക്കുന്ന ദൃശ്യഭംഗി മറ്റൊരിടത്തും അദ്ദേഹം കണ്ടിട്ടില്ല എന്ന്. ഇനി നമുക്ക് രഥത്തിലോട്ട് വരാം. രഥത്തിൻ്റെ ചട്ടം കൂട്ടുന്നത് മുതൽ താടിയക്കുടം ഉറപ്പിക്കുന്നവരെയുള്ള ജോലികൾ തലമുറകളായിട്ട് ചെയ്യുന്നത് കൊടുവായൂർ കമ്മാന്തറയിൽ നിന്നുള്ള ദേവശില്പികൾ, അതായത് വിശ്വകർമ്മ നഗറിൽ നിന്നുള്ള ആളുകളാണ്. രഥത്തിൻ്റെ അലങ്കാരങ്ങൾ ചെയ്യുന്നത് കൊടുവായൂർ ശാന്തിപുരം ചെട്ടി സമൂഹത്തിൻ്റെ ആളുകളാണ്. അതുപോലെ തന്നെ പഴയകാല രഥോത്സവങ്ങളിൽ നിന്നും കാലത്തിന് അനുസൃതമായിട്ട് ഒരുപാട് അലങ്കാര രീതികളിൽ പല മാറ്റങ്ങളും ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ 2025 രഥോത്സവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും. ഇത് പറയാൻ കാര്യം മറ്റൊന്നുമല്ല, 1969 മുമ്പുണ്ടായിരുന്ന ആ ഒരു ദൃശ്യ ഭംഗി
മറഞ്ഞുപോയ ആ ദൃശ്യഭംഗിനെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 രഥോത്സവം എന്ന് പറയുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ രഥോത്സവത്തിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൺ എന്ന് പറഞ്ഞിട്ട് എനേബിൾ ആക്കിയിട്ട് ആ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് ഉത്സവങ്ങളുടെയും ഒരുപാട് അമ്പലങ്ങളുടെയും ഒരുപാട് ആചാരങ്ങളുടെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചാനലിൻ്റെ പ്ലേലിസ്റ്റും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കാണുക.
എവിടെ സ്ഥലം? അറിയാം, എൻ്റെ വീട് പണ്ടാവൂരാണ്. ശരിയായപ്പോഴേക്കും ഒന്നുമില്ല. ഞാൻ വന്നിട്ട് വേറൊരു പാട്ടിൽ പേരെന്താ? പേരാണ് വേദനായി എവിടെയാണ് സ്ഥലം? വിലങ്ങോടാണ്. ചത്തമംഗലം.
അത്രയും മതി കേട്ടോ, അത്രയും മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.